അൻവർ കോൺഗ്രസിലേക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ന്യൂസ് എയ്റ്റീൻ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം ആ വാർത്തയിലേക്ക്. സിപിഎമ്മുമായി തെറ്റിയ നിലമ്പൂർ എംഎൽഎ PV അൻവർ കോൺഗ്രസിലേക്ക്. രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന നേതൃത്വം അറിയാതെയാണ് നീക്കം. MG മിഥുനുമൊപ്പം ഡാൻ കുര്യനും ചേരും. വിവരങ്ങളുമായി ആദ്യം MG മിഥുനിലേക്ക്. മിഥുൻ, അതിപ്രധാനപ്പെട്ട വാർത്ത, PV അൻവർ കോൺഗ്രസിലേക്ക് എത്തുന്നു. എന്തായാലും ആദ്യം LDF-ൽ, പിന്നെ തെറ്റിപ്പിരിഞ്ഞ ഒറ്റയാൻ പോരാട്ടം. ആ LDF സർക്കാരിനെതിരെ ഒറ്റയാൻ പോരാട്ടം നടത്തുമ്പോൾ തന്നെ അഭ്യൂഹമുണ്ടായിരുന്നു PV അൻവർ കോൺഗ്രസിലേക്കോ എന്ന്. ഇപ്പോൾ ആ വാർത്തയിൽ ഒരു സ്ഥിരീകരണം വരികയാണോ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഭവ്യ, കഴിഞ്ഞ കുറച്ച് നാളുകളായി PV അൻവർ എങ്ങോട്ടേക്കാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. അതിലൊരു വ്യക്തതയാണ് ഇപ്പോൾ വരുന്നത്. കോൺഗ്രസിലേക്ക് തിരികെ PV അൻവർ മടങ്ങിയെത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ അത് ഡൽഹിയിൽ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത്. വ്യാഴാഴ്ച ഉച്ചയോടുകൂടി KC വേണുഗോപാലിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയായിരുന്നു PV അൻവർ കൂടിക്കാഴ്ച നടത്തിയത്. PV അൻവറിനൊപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവർ മൂന്നുപേരുമായിരുന്നു ഈ PV അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള മടങ്ങിവരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു ഡൽഹിയിലെ KC വേണുഗോപാലിന്റെ വസതിയിൽ ഈ കൂടിക്കാഴ്ച നടത്തിയത്. അതിനു മുമ്പും ഡൽഹിയിലെത്തി KC വേണുഗോപാലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരള ഹൌസിലെത്തി നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു. ആ സമയത്ത് ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വം അത് പിൻവലിക്കണം എന്നുള്ള ആവശ്യം നേരത്തെ PV അൻവർ മുന്നോട്ട് വെച്ചിരുന്നു. PV അൻവർ ഉദ്ദേശിക്കുന്ന ആ സ്ഥാനാർത്ഥിയുമായി കോൺഗ്രസ് സഹകരിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ സ്ഥാനാർത്ഥി പിൻവലിച്ചുള്ള കാര്യം അതൊരു ബാലിഷ്യമായിട്ടുള്ള പരാമർശമായിരുന്നു. അത്തരത്തിൽ ഒരു തമാശ പറയല്ലേ നടക്കുമ്പോൾ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു BD സതീശൻ അന്ന് PV അൻവറിന് മറുപടി നൽകിയത്. ആ സമയത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും PV അൻവർ തിരികെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അദ്ദേഹത്തിന്റെ കടന്നുവരവ് വലിയ രീതിയിൽ കൂടി ഒരു ശക്തി കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ PV അൻവറിനെ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറായിരുന്നു. പക്ഷേ പിന്നീട് അത് വഴിതെറ്റി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ KPC അധ്യക്ഷൻ K സുധാകരന്റെ പരാമർശമുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള DNA പരാമർശങ്ങളടക്കം PV അൻവർ നടത്തിയിരുന്നു. ഇതൊക്കെ പരസ്യമായി പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ കോൺഗ്രസിലേക്ക് എടുക്കാം PV അൻവറിനെ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാട് KPC അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറായില്ല എങ്കിൽ പോലും തന്നെ അത്തരത്തിൽ DNA പരാമർശം അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്. രാഹുൽ ഗാന്ധിയുമായും ഒപ്പം തന്നെ ഗാന്ധി കുടുംബമായും തന്റെ കുടുംബത്തിനും പിതാവിനുമുള്ള ബന്ധം, അത് മുൻകാലങ്ങളിലുള്ള ബന്ധം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ആ ഒരു വിവാദം അവസാനിപ്പിക്കാൻ PV അൻവർ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ ചർച്ചകൾക്ക് ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവില്ലാതെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിലമ്പൂരിൽ VS ജോയി, ഒപ്പം തന്നെ ആര്യാണ ഷൗക്കത്ത് അടക്കമുള്ള നേതാക്കൾ രംഗത്തുണ്ട്. ഇവരെയൊക്കെ എങ്ങനെ അനുനയിപ്പിക്കും? അതോ ഈ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു ഫോർമുല മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിരിക്കുന്നു. എന്തായാലും 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം PV അൻവർ വീണ്ടും കോൺഗ്രസ് പാളത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തുകയാണ് PV അൻവർ എന്ന് പറയുമ്പോൾ തന്ത്രപ്രധാനമായ നീക്കം നടത്തിയിരിക്കുന്നു. അതും സംസ്ഥാന നേതൃത്വം KPCC അറിയാതെ ഈ നീക്കത്തിന്, ഈ സുപ്രധാന നീക്കത്തിന് ആരാണ് മിഥുൻ നേതൃത്വം നൽകിയത്? ഭവ്യ, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം KC വേണുഗോപാലുമായി ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. വ്യാഴാഴ്ചയായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച. രാവിലെയോടുകൂടി ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല നേരത്തെ നമുക്കറിയാം ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഈ വേളയിൽ തന്നെയാണ് PV അൻവറുമായി ഒപ്പം അദ്ദേഹം കാറിൽ വരുന്നു, KC വേണുഗോപാലിന്റെ വസതിയിലേക്ക് എത്തുന്നു, തുടർന്ന് കൂടിയാലോചനകൾ നടത്തുന്നു. അതിനു മുമ്പും
കെ.സി. വേണുഗോപാലുമായി പി.വി. അൻവർ നിരവധി തവണ ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പി.വി. അൻവറിനെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുന്നത് അത് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമീപകാലത്ത് നടക്കുന്ന വിഷയങ്ങൾ, ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് നിൽക്കുമ്പോൾ കൂടിയാണ് മുൻ പ്രതിപക്ഷ നേതാവിന്റെ മുൻകൈ എടുത്തുകൊണ്ട് പി.വി. അൻവറിനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ, കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുവരാൻ സജീവമായ നീക്കം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത് എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും നേതാക്കൾ ഉന്നയിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഭവ്യ, 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം പി.വി. അൻവർ വീണ്ടും കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അവസാന ഘട്ടക ചർച്ചകളിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ കെ.പി.സി. അധ്യക്ഷൻ വ്യക്തമാക്കിയതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. ഹൈക്കമാൻഡാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ.സി. വേണുഗോപാലുമായിട്ടുള്ള ഈ ഒരു ചർച്ച പ്രസക്തമാവുകയും ചെയ്യുന്നത്. തീർച്ചയായും ഡാൻ കുര്യൻ കൂടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, സംസ്ഥാന നേതൃത്വം അറിയാതെ മുൻ പ്രതിപക്ഷ നേതാവ് ചരട് വലിച്ചു നടത്തിയ വളരെ സുപ്രധാനമായ നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പി.വി. അൻവറിനെ എത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എങ്ങനെ നോക്കിക്കാണും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം? അത് സ്വീകാര്യമായ സമീപനം തന്നെയായിരിക്കുമോ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുക? എന്ത് പ്രതീക്ഷിക്കണം ഡാൻ? ഭവ്യ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ പി.വി. അൻവറിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ, അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിയിരുന്നു. അതിന് പ്രതിപക്ഷ നേതാവ്, കെ.പി.സി.സി. അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇന്ന് വിശദമായ ചർച്ചകളൊക്കെ നടന്നതുമാണ്. പക്ഷേ പി.വി. അൻവർ മുമ്പോട്ട് വെച്ച ഒരു ഫോർമുല, അതായത് താൻ യു.ഡി.എഫിനൊപ്പം നിൽക്കാം, യു.ഡി.എഫിനെ പിന്തുണയ്ക്കാം, പക്ഷേ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ യു.ഡി.എഫ് തയ്യാറാകണമെന്ന തരത്തിൽ പി.വി. അൻവർ മുമ്പോട്ട് വെച്ച ഫോർമുല അംഗീകരിക്കാൻ അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ തയ്യാറായില്ല. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതുകൊണ്ട് അങ്ങനെ പി.വി. അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള ഒരു നീക്കത്തിനെ അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലേക്ക് ഈ നേതാക്കൾ എത്തുകയായിരുന്നു. അതിനുശേഷം ഏറെക്കുറെ ചർച്ചകൾ വഴിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ ഒരു ഇടപെടൽ രഹസ്യമായി തന്നെ നടന്നുവെന്ന് വേണം പറയാൻ. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവ് ഇക്കാര്യത്തിൽ ഇല്ലാതെ പോയി എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകമുണ്ടാക്കുന്ന കാര്യം. എന്തായാലും രമേശ് ചെന്നിത്തല തന്നെ ഇങ്ങനെയൊരു ദൗത്യത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നു എന്ന തരത്തിലുള്ള അനൌദ്യോഗികമായ സൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ ഇനി പാർട്ടി ഏത് തരത്തിലായിരിക്കും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്. നേതൃത്വത്തെ അറിയിക്കാതെ ഇത്തരത്തിലൊരു സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു നീക്കത്തിന് പിന്നിൽ രമേശ് ചെന്നിത്തല ചുക്കാൻ പിടിച്ചത്? എന്തായിരിക്കും അതിന്റെ കാരണം ഡാൻ? തീർച്ചയായിട്ടും അത് മുന്നണിയെ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ മുതൽ തന്നെ പ്രചരിക്കുന്നതാണ്. അസംതൃപ്തരായ നേതാക്കൾ ബി.ജെ.പിയിലും എൽ.ഡി.എഫിലുമുണ്ട്. അവരെ യു.ഡി.എഫ് പാളയത്തിലേക്ക് എത്തിക്കുക, അങ്ങനെ തുടർച്ചയായി 2ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിന്റെ ക്ഷീണം തീർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇങ്ങനെ അസംതൃപ്തരായ ബി.ജെ.പി നേതാക്കളെയും എൽ.ഡി.എഫിന്റെ നേതാക്കളെയും ഒപ്പം കൂട്ടിയാൽ അതിന് സാധിക്കുമെന്നൊരു വലിയ പ്രതീക്ഷ ഹൈക്കമാൻഡ് നേതൃത്വത്തിനുണ്ട്. സംസ്ഥാന നേതൃത്വവും അതേ അളവിൽ തന്നെയാണ്, അതേ ഒരു കാഴ്ചപ്പാടോടെ തന്നെയാണ് കൂടുതൽ നേതാക്കളെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സജീവമാക്കുകയും ചെയ്തത്. എന്തായാലും ഏത് തരത്തിലായിരിക്കാം അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ചർച്ച നടന്നിരിക്കുന്നു എന്ന അനൌദ്യോഗികമായ വിവരങ്ങൾ, അതിൽ ഫലവത്തായ തീരുമാനത്തിലേക്ക് നേതൃത്വം കടക്കുന്നു. പി.വി. അൻവറിന് യു.ഡി.എഫിലേക്ക്, കോൺഗ്രസിലേക്ക് പച്ചക്കൊടി വീശിയിരിക്കുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഡാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ അൻവറിനെ കോൺഗ്രസിൽ എത്തിക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗം കൂടിയായിരിക്കുമോ ഇപ്പോൾ ഈ ഒരു നിർണായക നീക്കത്തിലേക്ക് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകി കെ.സി. വേണുഗോപാലുമായി ചർച്ച നടത്തി കോൺഗ്രസിലേക്ക് അൻവർ എത്തുന്നത്? അങ്ങനെ മനസ്സിലാക്കണമോ നമ്മൾ? ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം. അതായത് ഒരു വിഭാഗത്തിന്റെ അല്ല, സർക്കാരിനെതിരെ പ്രത്യേകിച്ച് കരുത്തനായ മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഒരു എൽ.ഡി.എഫിന്റെ ഭാഗമായി നിന്ന പി.വി. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ നേരിട്ട് പടയൊരുക്കം നടത്തുന്നു. വലിയ തരത്തിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തി
ആഭ്യന്തര വകുപ്പിനെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട അൻവറിന്റെ കയ്യിൽ എന്തോ ബോംബുണ്ട് എന്ന തരത്തിലുള്ളൊരു പ്രതീതി വരുന്നു. മാധ്യമങ്ങൾ അൻവറിന്റെ സമ്മേളനങ്ങൾക്ക് പിന്നാലെ പായുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ കേരളം ഏതാണ്ട് 1-2 മാസങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ചകളാണ്. പിന്നീടാണ് പെട്ടെന്നൊരു നിമിഷം PV അൻവർ തന്നെ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. പക്ഷേ അത് ആ തീരുമാനത്തിൽ അൻവറിന് പിഴയ്ക്കുന്നു. അതായത് തനിച്ചു നിന്നാൽ ഒന്നുമാകാനാവില്ല എന്ന കാര്യം അൻവറിന് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ബോധ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. അവിടെയാണ് വീണ്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ PV അൻവറും തയ്യാറായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം PV അൻവർ, LDFന്റെ ഭാഗമായിരുന്ന PV അൻവർ MLA ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമായുള്ള ഈ ചർച്ചകളുടെ ഭാഗമായിരിക്കുന്നത്. ആ വിട്ടുവീഴ്ചകൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ഇനി കൃത്യമായി അറിയേണ്ടതുണ്ട്. നമുക്കറിയാം കോൺഗ്രസിൽ നിലമ്പൂർ മണ്ഡലം ലക്ഷ്യം വെച്ചുകൊണ്ട് നേരത്തെ മിഥുൻ സൂചിപ്പിച്ച പോലെ VS ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്, ആര്യാടൻ ഷൗക്കത്തുണ്ട്. സ്വാഭാവികമായി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ PV അൻവറിന് എന്ത് വാഗ്ദാനം, എന്ത് ഓഫർ നൽകിക്കൊണ്ട് UDFന്റെ ഭാഗമാക്കാൻ കഴിയുമെന്നത് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ചോദ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. തീർച്ചയായും അത് തന്നെയാണ് പ്രധാനമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അൻവർ UDFിലേക്ക് എത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ആദ്യഘട്ട ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രതിപക്ഷ നേതാവുമായി അടക്കം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ ചർച്ചകളൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തുടർന്ന് അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രധാനമായ നീക്കം നടക്കുന്നത്. KPCC നേതൃത്വം പോലും അറിയാതെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി KPCC അറിയാതെ ഇപ്പോൾ ഇതാ എത്തുകയാണ് എന്നുള്ള വിവരമാണ്. PV അൻവർ കോൺഗ്രസിലേക്ക് എത്തുകയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ കുര്യനും ഒപ്പം MC മിഥുനുമാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ റിമാൻഡിലായ തെന്നിന്ത്യൻ സൂപ്പർ താരം നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഒരു രാത്രിയിലെ ജയിൽവാസത്തിനൊടുവിലാണ് താരം പുറത്തിറങ്ങുന്നത്. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നുവെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും താരം പ്രതികരിച്ചു. മരിച്ച യുവതിയുടെ കുടുംബത്തെ എല്ലാവിധത്തിലും സഹായിക്കുമെന്നും അല്ലു അർജുൻ പറഞ്ഞു. Thank you, I'm safe. Nothing to worry. I'm doing well. Thank you very much. And I also like to tell that I'm a law-abiding citizen. I respect the law, and I will cooperate with them, and I'll do the needful. And very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film and there was an accident, that is totally unintentional. We went to watch a movie and, due to an unfortunate accident, there's been a loss of a person. And we're always very sorry for whatever's genuinely happened. And it's purely out of my personal control. And I have been doing that for the last 20 years. Last 20 years I've been going to watch my films, and I've been to that place not just only for my film, for my uncle's films. I've been there more than 30 times in my life. And never something like this has ever happened. It is purely accidental, purely unfortunate. And I will be there for the family to support them in whatever way I can. We can never cover the loss of the death of a person, but in whatever possible way I will be there for the family to support them. And once again, I like to thank each and every one of you from all over. बहुत शुक्रिया सबके लिए. अंदर की प्रति ఒక్కరికి చూసే ప్రతి ఒక్కరికి ధన్యవాదాలు తెలియజేసుకుంటున్నాను. థ్యాంక్ యూ అండి. థ్యాంక్ యూ for each and everyone across all over. Thank you for your love. I am here today like this because of your love. Thank you. Support చేసిన అభిమానులకు కానీ of course my fans, I love my fans. Everybody knows that I love my fans. ఇండస్ట్రీ కూడా thank you. അജയ് സുധാ ബിജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും. അജയ്, പ്രധാനമായും ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം തെലുങ്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഏറ്റവും പ്രധാനമായി ഒരു ദിവസം അല്ലു അർജുൻ ജയിലിൽ കിടക്കണമെന്നുള്ളൊരു രാഷ്ട്രീയം മറുവശത്ത് നിൽക്കുന്നു. എന്തായാലും ഒടുവിൽ പുറത്തിറങ്ങി താരമല്ലേ?
അതെ, തീർച്ചയായിട്ടും ഭവ്യ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയവും കടന്ന് ദേശീയ തലത്തിൽ തന്നെ താരത്തിന്റെ അറസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ, തെലങ്കാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇത് പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ കുറ്റമാണ്. സർക്കാർ വേണ്ട രീതിയിൽ സുരക്ഷാ നടപടികൾ ഈ സന്ധ്യ തിയേറ്റർ പരിസരത്ത് സ്വീകരിച്ചിരുന്നില്ല. അത് കാരണമാണ് യുവതിയുടെ മരണമുണ്ടായത്. ഈ മരണത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ താരത്തിന്റെ തലയിൽ കെട്ടിവെച്ച് സ്വയം കൈകഴുകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. അതുമാത്രമല്ല, താരം ജയിൽ മോചിതനായതിനു ശേഷവും കടുത്ത ആരോപണങ്ങൾ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പോലീസിനെതിരെയും വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് താരത്തിന്റെ അഭിഭാഷകൻ തന്നെയാണ്. അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു, രാത്രിയോടെ തന്നെ ഈ ജയിൽ മോചനത്തിനുള്ള ഈ ജാമ്യ ഹർജി ഉത്തരവായത് അതിൻ്റെ പകർപ്പ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു എന്ന് അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ താരത്തിൻ്റെ ജയിൽ മോചനം വൈകി. ഈ മോചനം വൈകിയതിനെതിരെ ഇപ്പോൾ പരാതിയുമായി അഭിഭാഷകൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു മറുവാദം ജയിൽ സൂപ്രണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചഞ്ചൽഗുഡ് ജയിൽ സൂപ്രണ്ട് പറയുന്നത് ഈ ഉത്തരവ് സ്റ്റേഷനിൽ എത്തിയത് വളരെയധികം രാത്രി വളരെ വൈകിട്ടാണ്. ഇത്രയധികം വൈകി ഈ പുറത്തിറങ്ങാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മോചനം രാവിലെ ആക്കിയത് എന്നാണ് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. താരം ഇപ്പോൾ പ്രതികരണവുമായി അദ്ദേഹത്തിന്റെ വസതിയായിട്ടുള്ള ജൂബിലി ഹിൽസിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, താൻ നിയമം അനുസരിക്കുന്ന ഒരു സാധാരണ പൗരനാണ്, ആരിൽ നിന്നും താൻ ഇതുവരെ ഒളിച്ചോടിയിട്ടില്ല, കഴിഞ്ഞ 20 വർഷമായി താൻ തന്റെ ചലച്ചിത്രങ്ങൾ കാണാൻ പോകാറുണ്ട്. എന്നാൽ ഇപ്പോൾ നടന്നത് വളരെയധികം നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. മരിച്ച രേവതിയുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും ഞാൻ നൽകുന്നു, എല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കുടുംബത്തിന് താരം നേരത്തെ തന്നെ 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ താരം വീണ്ടും പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സഹായങ്ങളും അതുപോലെ തന്നെ പിന്തുണയും ഒന്നും തന്നെ സംഭവിച്ച നഷ്ടത്തിന് പരിഹാരമാകില്ലെങ്കിൽ പോലും താൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നതായിട്ടും താരം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുന്നു എന്നും അല്ലു അർജുൻ തീർച്ചയായും അജയ്, പ്രധാനമായ കാര്യം ഒരു രാത്രി അല്ലു ജയിലിൽ കിടക്കട്ടെ എന്നുള്ളൊരു നീക്കമാണ് നടത്തിയത്, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടാണ് ഈ ജയിൽ മോചനം വൈകിപ്പിച്ചതെന്ന് നേരത്തെ അഭിഭാഷകൻ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ മനഃപൂർവ്വം ആണെങ്കിൽ ജയിൽ മോചനം വൈകിപ്പിച്ചതിനെതിരെ നിയമ നടപടിയുമായി അല്ലുവിന്റെ അഭിഭാഷകൻ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രതികരണമാണ് അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ നിലവിൽ നടത്തിയിട്ടുള്ളത്. ജയിൽ മോചനം വൈകിച്ചതിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് രാവിലെ താരത്തിനെ കടുത്ത ഈ സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സ്റ്റേഷന്റെ പിൻവശത്തെ വാതിൽ നിന്നാണ് പുറത്തിറക്കിയത്. ഈ സ്റ്റേഷന്റെ മുൻവശത്തെ വാതിൽ ആരാധക വൃന്ദവും പിന്നെ അതുപോലെ തന്നെ മാധ്യമങ്ങളും എല്ലാം തടിച്ചു കൂടിയിരുന്നപ്പോൾ എല്ലാവരെയും വെട്ടിച്ചുകൊണ്ട് പിൻവാതിൽ വഴി താരത്തിനെ പുറത്തിറക്കി വളരെ സുരക്ഷിതനായി തന്നെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലമായിട്ടുള്ള ജൂബിലി ഹിൽസിൽ എത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും അതുപോലെ തന്നെ ഭാര്യാപിതാവും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അവരുൾപ്പെടെ ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് അത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവരും രാത്രി തന്നെ സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി താരത്തിന് പുറത്തിറങ്ങാനായില്ല. തീർച്ചയായിട്ടും എല്ലാവരും നിരാശർ തന്നെയാണ്. രാത്രി അദ്ദേഹം പുറത്തിറങ്ങാതായപ്പോൾ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ അതുപോലെ BRSും പിന്നെ BJPയും ഉൾപ്പെടെയുള്ള തെലങ്കാനയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. അല്ലു അർജുൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശില്പ രവിക്ക് പിന്തുണയുമായിട്ട് തെരഞ്ഞെടുപ്പ് വേദികളിൽ എത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ YSR കോൺഗ്രസിന് താരം അനുകൂലമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയതിലുള്ള വൈരാഗ്യമാണ് കോൺഗ്രസ് തീർക്കുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെ ഉണ്ടായി തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ റിമാൻഡിലായ അല്ലു അർജുൻ പുറത്തിറങ്ങിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അജയ് സുധാബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താം മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ഹൈദരാബാദിലുള്ള ഈ നൻപാല മജിസ്ട്രേറ്റ് കോടതിയാണ് താരത്തെ 14 ദിവസത്തെ
ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്കകം തന്നെ തെലങ്കാന ഹൈക്കോടതി 50,000 രൂപയുടെയും പിന്നെ ഒരാളുടെ ആൾജാമ്യത്തിൻ്റെ പുറത്ത് അല്ലു അർജുന് ജാമ്യം അനുവദിച്ചിരുന്നു. 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യമായിരുന്നു താരത്തിന് അനുവദിച്ചിരുന്നത്. എന്നാൽ വെറും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജാമ്യം ലഭിച്ചിരുന്നു എങ്കിൽ പോലും ഈ ജാമ്യ ഉത്തരവ് ചഞ്ചൽഗുഡ ജയിലിലെത്താനായിട്ട് താമസിച്ചിരുന്നു. ഇത് കാരണമാണ് താരത്തിന് ഒരു ദിവസം രാത്രി ജയിലിൽ തന്നെ ചിലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ചഞ്ചൽഗുഡ ജയിലിലുള്ള ക്ലാസ് 1 ബാരക്കിലാണ് താരത്തിന് ഇന്നലെ താമസിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. ഒരു സാധാരണ കുറ്റവാളിക്ക് ഉള്ള സൗകര്യങ്ങളാണ് താരത്തിന് ലഭ്യമാക്കിയതെന്നാണ് വിവരം ലഭിച്ചിരുന്നത്. ഇന്നലെ താരം അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ തെലങ്കാനയിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രയിലും ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൻ ഒരു ആരാധക വൃന്ദം ജയിലിനു ചുറ്റും തടിച്ചുകൂടുന്ന അവസ്ഥയുണ്ടായി. അവർ ജയിലിന് പുറത്ത് അല്ലു അർജുന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. കടുത്ത ക്രമസമാധാന പ്രശ്നം ഇന്നലെ രാത്രി വൈകിയും ജയിലിന് ചുറ്റും രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അല്ലു അർജുൻ്റെ അഭിഭാഷകൻ അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ജാമ്യം അത് ലഭ്യമായിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിക്കകം തന്നെ താരത്തിനെ പുറത്തെത്തിക്കാനാകുമെന്ന് അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ഇന്നലെ രാത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് താരം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ രേവന്ത് റെഡ്ഡി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണങ്ങളുമായി BRSും അതുപോലെ തന്നെ BJPയും എല്ലാം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. BRS താരത്തിൻ്റെ അറസ്റ്റ് തീർത്തും അനാവശ്യമാണെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ BJPയും കടുത്ത രീതിയിലുള്ള എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇത് അതുപോലെ തന്നെ ഒരുപാട് സിനിമാ താരങ്ങളും താരത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പുഷ്പ 2-ൽ അല്ലു അർജുൻ്റെ നായികയായിട്ടുള്ള രശ്മിക മന്ദാന താരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. എല്ലാ കുറ്റങ്ങളും ഒരു വ്യക്തിയുടെ മേൽ തന്നെ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നാണ് രശ്മിക മന്ദാന പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ മരണപ്പെട്ട രേവതി എന്ന് പറയുന്ന യുവതിയുടെ ഭർത്താവ് ഭാസ്കർ ഈ പരാതി പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതും വലിയ ചർച്ചകൾക്ക് തുടക്കം ഇട്ടിരുന്നു. അതുപോലെ തന്നെ അല്ലു അർജുന് മേൽ ഈ കുറ്റം എല്ലാ കുറ്റവും അല്ലു അർജുന് തിരികെ വാർത്തയിലേക്ക്. പാലക്കാട് പനയമ്പാടത്ത് 4 കുട്ടികളുടെ ജീവനെടുത്ത അപകട സ്ഥലത്ത് സംയുക്ത സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ, സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. അപകട സ്ഥലത്ത് ഗതാഗത മന്ത്രി ഇന്ന് സന്ദർശിക്കും. പ്രദേശത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം തേടി കോൺഗ്രസിന്റെ അനിശ്ചിതകാല സമരം ഇന്ന് മുതൽ ആരംഭിക്കും. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഇന്നലെ നമ്മളെ ഏറെ കരയിപ്പിച്ച രംഗങ്ങളായിരുന്നു അവിടെ നിന്ന് മൊത്തം നമ്മൾ നൽകിയത്. കാരണം അത്രമാത്രം വേദനിപ്പിക്കുന്ന 4 പെൺമക്കളുടെ സംസ്കാര ചടങ്ങുകളൊക്കെ കണ്ട് ഈ ഒരു നാട് മുഴുവൻ വേദനിച്ചതാണ്, വിതുമ്പിയതാണ്. ഇതെന്തായാലും അവിടെ പരിശോധന നടക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായി അനുമോദ്, ഈ അപകടം, ഈ കുഞ്ഞുങ്ങൾ മരിച്ച ഈ അപകടം നടന്ന സ്ഥലത്ത് സ്ഥിരമായി അപകടം നടക്കുന്ന ഇടമാണ്, അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം ഈ അപകട ദിവസം അവിടെ നടന്നതാണ്, നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ അധികൃതരൊക്കെ സ്ഥലത്തെത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴത്തേക്ക് പരിശോധന ഉണ്ടാകും, എന്താണ് വിവരങ്ങൾ? ഭവ്യ, രാവിലെ 11 മണിയോടെയാണ് ഈ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിന് ശേഷമുള്ള തീരുമാനമാണ് ഈ ഒരു സ്ഥലത്ത് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് RTO, എൻഫോഴ്സ്മെന്റ് RTO, അതേപോലെ തന്നെ ദേശീയപാത അതോറിറ്റി അധികൃതർ, PWD അധികൃതർ, ഇവർക്കൊപ്പം പോലീസിന്റെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കും. ഈ ഒരു മേഖലയിൽ റോഡ് ഒരു ഇറക്കമാണ്, വളഞ്ഞ് ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായ തരത്തിലാണ് റോഡിന്റെ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. ഒരു വശത്തേക്ക് തിരിഞ്ഞ തരത്തിലാണ്, താഴ്ന്ന തരത്തിലാണ് റോഡിന്റെ ഘടനയുള്ളത്. ഇത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്പീഡ് ബ്രേക്കറുകളോ സൂചക ബോർഡുകളോ അതേപോലെ ഡിവൈഡറുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ ശാശ്വതമായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതിന്റെ ഘടന മാറ്റുക എന്നുള്ളതാണ്. ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം വേണം അത്തരത്തിലൊരു നടപടിയിൽ കടക്കുവാൻ എന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഇക്കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്. കാരണം ഇന്ന് 11 മണിയോടെയാണ് ഉദ്യോഗസ്ഥ സംഘം അവിടെ സന്ദർശനം നടത്തുക. അതിനുശേഷം അവർ
ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കും. തുടർന്നായിരിക്കും ഇതിന്റെ എന്തെല്ലാം കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മന്ത്രി കെ പി ഗണേഷ് കുമാറും ഇന്ന് സംഭവസ്ഥാനം സന്ദർശിക്കുന്നുണ്ട്. മരിച്ച കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. കോൺഗ്രസ് ആവും പ്രദേശത്ത് ഈ ഒരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സത്യാഗ്രഹവും അനിശ്ചിതകാല സത്യാഗ്രഹവും ആരംഭിച്ചിട്ടുണ്ട്. ഭവ്യ, സിവേനമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് മരുന്ന് മാറി നൽകി. കളമശ്ശേരി സ്വദേശി അനാമിക ഡോക്ടർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെ പോലീസ് പരാതി നൽകി. എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ മറ്റൊരാളുടേതാണെന്ന് മനസ്സിലായി. നടുവേദനയ്ക്കും കാലുവേദനയ്ക്കുമാണ് യുവതി ചികിത്സ തേടിയത്. നാമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നാമി, ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര അനാസ്ഥയാണ്. എന്താണ് ഇതിനൊക്കെ മറുപടി പറയുന്നത് അധികൃതർ? അനാമിക ജോലി ചെയ്യുന്ന ഒരു യുവതിയാണ്. അനാമികയ്ക്ക് കഴിഞ്ഞ ദിവസം വീട്ടിലൊന്ന് വീഴുകയും നടുവിന് ചെറിയൊരു വേദന വരികയും ചെയ്തു. ഇതിനെ തുടർന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക്, അതായത് 12-ാം തീയതി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ വെച്ച് ഡോക്ടർ പരിശോധിച്ച ശേഷം ഒരു എക്സ്റേ എടുക്കുവാൻ ആവശ്യപ്പെട്ടു. എക്സ്റേ റിപ്പോർട്ട് വന്നു. അതിനുശേഷം ഡോക്ടറിനെ കണ്ടു. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഡിസ്കിന്റെ ഭാഗത്തൊരു ബൾജിംഗ് ഉണ്ട്, അത് റെസ്റ്റ് എടുത്താൽ മതി, അധികം നടക്കരുത്, സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നൽകി മരുന്നും കൊടുത്താണ് വീട്ടിലേക്ക് വിട്ടത്. രാത്രി മരുന്ന് കഴിക്കുന്നതിന് മുൻപ് എന്താണ് ഈ എക്സ്റേ ഒന്ന് പരിശോധിച്ച് ബൾജിങ് എന്താണെന്ന് നോക്കാൻ വേണ്ടി അനാമിക എക്സ്റേ പരിശോധിച്ചപ്പോഴാണ് അതിൽ 61 വയസ്സുള്ള ലതിക എന്ന യുവതിയുടെ പേര് എഴുതിയിരിക്കുന്നത്. അതായത് അത് അനാമികയുടെ എക്സ്റേ റിപ്പോർട്ടല്ല, അത് മാറി ആശുപത്രിയിൽ നിന്നും മാറി അയച്ചതാണ്. ഇതിനെ തുടർന്ന് അനാമികയും സഹോദരനും കൂടി ഇന്നലെ വീണ്ടും കളമശ്ശേരി ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് അപ്പോഴും അനാമികയ്ക്ക് വേദന കുറവില്ലായിരുന്നു. അവിടെ ചെന്ന് സൂപ്രണ്ടിനെ കണ്ട് കാര്യം അറിയിച്ചു. അപ്പോൾ സൂപ്രണ്ട് ഇത് സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ്, തിരക്കിനിടയിൽ ഈ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയതാണെന്നുള്ളൊരു നിസ്സാരമായിട്ടുള്ളൊരു മറുപടിയാണ് സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷം അനാമികയോട് പറഞ്ഞു, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഞങ്ങൾ എക്സ്റേ എടുത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകാമെന്ന് പറഞ്ഞു. അതിനുശേഷം എത്രയും വേഗം തന്നെ അനാമികയ്ക്ക് ട്രിപ്പ് ഇട്ട് കൊടുത്തു, ആന്റിബയോട്ടിക്സ് കൊടുത്തു, അങ്ങനെ എല്ലാ ചികിത്സയും നൽകുകയും ചെയ്തു. എന്നാലും അനാമിക ഇപ്പൊ നമ്മളോടൊപ്പമുണ്ട്. അനാമിക, വലിയൊരു ഗുരുതരമായിട്ടുള്ള പിഴവാണ് സംഭവിച്ചത്. എന്താണ് ഈ പരാതിയുമായി മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം എനിക്ക് മാറി കിട്ടിയത് മറ്റൊരു എന്നേക്കാളും ഇരട്ടിയോളം പ്രായമുള്ള ഒരാളുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് എനിക്കൊരു മെഡിസിൻ തന്നത്. ഇപ്പോൾ ഇന്നലെ പോയപ്പോഴും അവിടെയുള്ള ഡ്യൂട്ടിയിൽ കാഷ്വാലിറ്റി ഉണ്ടായ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, സെയിം മെഡിസിൻ തന്നത് പോലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇത് കഴിച്ചാലും മതി, അല്ല അത് ഏത് വേണേലും കഴിക്കാമെന്നൊക്കെ. അത് എൻ്റെ ഭാഗം, എനിക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എൻ്റെ റിപ്പോർട്ട് എവിടെ പോയി? അത് മറ്റു ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവുക. സ്വാഭാവികമായി അങ്ങനെയാണല്ലോ സംഭവിക്കുക. അപ്പോൾ ഒരുപക്ഷെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ പരിക്കോ ഉള്ള ഒരാൾക്കാണ് അത് കിട്ടിയെങ്കിൽ ഇവരിത് നിസ്സാരമായിട്ടല്ലേ അത് നോക്കുകയുള്ളൂ. എന്നിട്ട് എനിക്ക് തന്ന പോലെ കുറച്ച് പെയിൻ കില്ലറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും. ഭാവിയിൽ അവർക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവർ കാണുന്ന ഈ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമായിരിക്കും. ഇങ്ങനെയാണോ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്കാർ ഇങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്? എന്നെ പോലെയുള്ള ഒരുപാട് സാധാരണക്കാരുടെ ജീവനും ജീവിതവുമാണ് ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ ഇത് നോക്കി, ഞാനൊരു സാധാരണക്കാരിയാണ്. എനിക്ക് ആ എക്സ്റേ റിപ്പോർട്ട് നോക്കിയപ്പോൾ അതിലുള്ള പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്റെ പേരല്ലാന്ന്. ഞാൻ അവിടെ പോകുമ്പോൾ എന്റെ പേര് എഴുതിയ OP ടിക്കറ്റും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടാണ് ഡോക്ടറെ അടുത്ത് ഏൽപ്പിക്കുന്നത്. അപ്പൊ ഡോക്ടർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ലേ എത്രയോ വിദ്യാഭ്യാസം ഇവരുള്ള ആളാണ് ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. ആൾക്ക് ആ തിരക്കിനിടയ്ക്ക് പോലും ആ പേര് ശ്രദ്ധിക്കാതെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ എന്ത് വിശ്വസിച്ചിട്ടാ പോകണ്ടേ? ഇപ്പോഴും എന്റെ റിപ്പോർട്ട് കിട്ടിയത് ആർക്കാന്ന് എനിക്കറിയില്ല, അവർ ഏത് കണ്ടീഷനാണെന്ന് എനിക്കറിയില്ല, അവർക്ക് കൊടുക്കേണ്ട കൃത്യമായ ട്രീറ്റ്മെന്റ് ആണ് ഇവിടുന്ന് കൊടുത്തേക്കുന്നതെന്നും അറിയില്ല. നാളെ ഇപ്പം ഞാനിത് മിണ്ടുന്നില്ല, ഓക്കെ അവർ പറഞ്ഞ കണക്ക് ശരി കോംപ്രമൈസ് ചെയ്യാം, ചെറിയൊരു അശ്രദ്ധയല്ലേ എന്ന് വെക്കാം. പക്ഷേ എത്ര പേർക്ക് ഇത് അശ്രദ്ധ വന്നിട്ടുണ്ടാവും, എത്ര പേരുടെ ജീവിതം ബുദ്ധിമുട്ടിലായി പോയിട്ടുണ്ടാവും. ഇത് വേറെ ആരുടെയെങ്കിലും ഒരുപക്ഷെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെയോ അല്ലെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ആൾക്കാരുടെ ആരെങ്കിലും ഫാമിലിയിലാണെങ്കിൽ ഇവരിതിങ്ങനെ കാണുമോ? നിങ്ങൾ കംപ്ലൈന്റ് ആയി പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, മെഡിസിനൊക്കെ ഏറെക്കുറെ സെയിം ആണ്. ഇങ്ങനെയാണോ ഒരാളുടെ ജീവിതം വെച്ചിട്ട് പറയണ്ടേ? എത്ര പേര്, ഏത് പ്രായത്തിലുള്ളവര്? അതുമല്ല ഇപ്പോൾ എൻ്റെ റിപ്പോർട്ട് കിട്ടിയ ആള് ആശ്വസിക്കുന്നുണ്ടാവും, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. നാളെ അവർക്ക് ഗുരുതരമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ ഈ ഹോസ്പിറ്റലുകാർ ഏറ്റെടുക്കുമോ? ഞങ്ങളുടെ പിഴവ് കാരണമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നതെന്ന് ഒരിക്കലും ഏറ്റെടുക്കില്ല. ഇവരിപ്പോഴും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം.
സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പോയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ പെയിനും കൊണ്ട് പോയപ്പോൾ എനിക്ക് ഇഞ്ചക്ഷനും ഇല്ല, ഡ്രിപ്പും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് 3 മെഡിസിൻ എഴുതി തന്നു, വാങ്ങിച്ച് കഴിച്ചു, 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്നലെ സൂപ്രണ്ട് സാറ് ഇടപെട്ടപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇത്രയും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയേ? ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് നടക്കുമ്പോൾ എനിക്കൊരാളെ എന്നെ താങ്ങണമായിരുന്നു, ഇത് നടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ നടന്നാ വന്നത്. അപ്പം താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നവരെ നേരെ നടന്നു വരാനുള്ളത് ഇവർക്കറിയാം, നേരെ നടന്നു പോകുന്നവനെ താങ്ങി പിടിച്ചുകൊണ്ട് വരാനുള്ള രീതി ഇവർക്കറിയാം. രണ്ടും ഇവരുടെ ഭാഗത്തുനിന്നാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അവരെന്തും ഞങ്ങൾക്ക് തരുന്ന ഔദാര്യമല്ലല്ലോ ഇത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സാധാരണക്കാരന് കൊടുക്കുന്ന ഔദാര്യമൊന്നുമല്ല, ഞങ്ങളെപ്പോലുള്ളവരുടെ അവകാശം തന്നെയാണ്. അപ്പോൾ ആ രീതിക്ക് വേണ്ടി പെരുമാറാൻ ഉന്നത തലത്തുനിന്ന് ഒരാൾ ഇടപെടുമ്പോൾ നല്ല ട്രീറ്റ്മെന്റ്, അല്ലാതെ പോകുന്നവർ അവിടെ നിൽക്കുക, അവർക്ക് കിട്ടുന്ന പോലെ എന്തെങ്കിലും തരിക, ഇത്രയാണ് അവരുടെ ഒരു രീതി. ഭവ്യ, പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അനാമിക പറയുന്നത്. തനിക്ക് തന്റെ റിപ്പോർട്ട് ആർക്കാണ് കൊടുത്തത് അത് തനിക്കറിയണം. കാരണം അത് വലിയ രോഗമുള്ള അല്ലെങ്കിൽ വലിയ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിപ്പോർട്ട് കണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കും. പക്ഷേ അവരുടെ രോഗം വർദ്ധിച്ചു വരുന്നു, ഈ ഡോക്ടറെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈ ആശുപത്രിയെ വിശ്വസിച്ച് അവർ വീട്ടിലിരിക്കേണ്ട സാഹചര്യമല്ലേ? വളരെ ഗുരുതരമായിട്ടുള്ള പിഴവ് തന്നെയാണ്. എന്തായാലും അനാമിക നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെ പാവപ്പെട്ടവരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആശുപത്രി അധികൃതരുടെ ചെറിയൊരു അനാസ്ഥ, അതിന് വില കൊടുക്കേണ്ടി വരുന്നത് നിരവധി പാവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അനാമിക ഈ പരാതിയുമായി മുന്നോട്ട് പോകാനെത്തിയതും. തീർച്ചയായും നവമി, വ്യക്തമാണ്, അതിഗുരുതരമായ ആരോപണമാണ് യുവതി ഇപ്പോൾ ന്യൂസ് 18നോട് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ചികിത്സ വേണ്ടത് ഡോക്ടർക്കും അവിടുത്തെ അധികൃതർക്കുമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ബിൽ ചർച്ചയ്ക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റഫർ ചെയ്യും. മനു ഭരത വിവരങ്ങളുമായി ചേരുന്നു. മനു, എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് അല്ലേ? ഭവ്യ, BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ സുപ്രധാനമായ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പാസാക്കും എന്നത്. ദീർഘനാളായി ഈ വിഷയം BJP ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു സമിതി ഈ വിഷയത്തിൽ പഠനം നടത്തിയത്. തുടർന്ന് ഇതിനുള്ള അന്തിമ അപ്രൂവൽ എന്ന നിലയിൽ കേന്ദ്ര മന്ത്രിസഭ കഴിഞ്ഞ സെപ്റ്റംബറിൽ ആദ്യഘട്ട അംഗീകാരം നൽകി. കഴിഞ്ഞ ദിവസം വീണ്ടും ഇത് ഈ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു അംഗീകാരം നൽകി. ഇതിനെ തുടർന്നാണ് തിങ്കളാഴ്ച ബില്ല് ലോക്സഭയിൽ എത്തുന്നത്. ഏതായാലും പ്രതിപക്ഷം വലിയ തോതിൽ ഇതിനെ എതിർക്കും എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ബില്ലിനോട് കടുത്ത വിയോജിപ്പാണ്. ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാകും എന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനുള്ളത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യതയും അത് വികസന മുരടിപ്പും തുടർച്ചയായുള്ള തെരഞ്ഞെടുപ്പുകൾ മൂലം രാജ്യം നേരിടുന്നു എന്ന കാര്യം BJPയും ആവർത്തിക്കും. അതൊരു സമവായത്തിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെ ഈ ബില്ല് വിടും. രാജ്യസഭയിലും ലോക്സഭയിലും 2/3 ഭൂരിപക്ഷം വേണ്ടിവരും ഇത്തരം ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ. BJPയെ സംബന്ധിച്ചിടത്തോളം 164 അംഗങ്ങൾ ആണ് അവർക്ക് രാജ്യസഭയിലുള്ളത്. അത് 2/3 മെജോറിറ്റി വേണമെങ്കിൽ 164 അംഗങ്ങൾ വേണം. പക്ഷേ 112 അംഗങ്ങൾ മാത്രമേ BJPക്ക് അവിടെയുള്ളൂ. 364 അംഗങ്ങൾ വേണം ലോക്സഭയിൽ. പക്ഷേ അവിടെ 292 അംഗങ്ങളുടെ പിന്തുണയേ ഉള്ളൂ. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം 2/3 ഭൂരിപക്ഷത്തിൽ ബില്ല് പാസ്സാക്കാൻ മറ്റ് കക്ഷികളുടെ കൂടി പിന്തുണ വേണം. ഒരു സമവായത്തിനുള്ള ശ്രമം സ്വാഭാവികമായി നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ചില പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു രാഷ്ട്രീയ നേട്ടം കൂടിയാകും എന്ന് BJP ഉറ്റുനോക്കുക. ഏതായാലും തിങ്കളാഴ്ച ബില്ല് വരുന്നു, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ 2029 ആകുമ്പോഴേക്കും ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങും. മാത്രമല്ല ഇതുമായി അനുബന്ധത്തിൽ നിരവധി മറ്റ് ഭരണഘടനാപരമായ ചില ഭേദഗതികൾ കൂടി ആവശ്യമാണ്. ആ കാര്യങ്ങൾ നോക്കും. ഭരണഘടനയുടെ പല വകുപ്പുകൾ, പ്രത്യേകിച്ച് 82A, 83, 2, 327 തുടങ്ങിയ വകുപ്പുകളിൽ ചില ഭേദഗതികൾ ആവശ്യമാണ്. യൂണിയൻ ടെറിട്ടറീസ് ആക്ട് ഭേദഗതി ചെയ്യണം. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ടെറിട്ടറി ആക്ട് ഭേദഗതി ചെയ്യേണ്ടി വരും. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് അങ്ങനെ മറ്റ് പല നിയമങ്ങൾ കൂടി ഭേദഗതി ചെയ്തുകൊണ്ടാകും ഈ ബില്ല് അവതരിപ്പിക്കുക. അത് വലിയൊരു രാഷ്ട്രീയ മാറ്റമായിരിക്കും രാജ്യത്തുണ്ടാക്കുക. തീർച്ചയായും. മനു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭയിൽ തുടരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്രയെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴത്തേക്ക് അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കും? വിവരങ്ങൾ എന്തൊക്കെയാണ്?
പ്രധാനമന്ത്രി ഇന്ന് ഈ വിഷയത്തിൽ വളരെ വിശദമായ ഒരു മറുപടി നൽകും എന്നാണ് മനസ്സിലാകുന്നത്. 11 മണിക്ക് ഈ ചർച്ച ആരംഭിക്കും. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ ചേരിയിൽ നിന്ന് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. വളരെ രൂക്ഷമായ ആക്രമണം ആണ് BJP സർക്കാരിനെതിരെ നടത്തിയത്. ഭരണഘടനയെ പൂർണ്ണമായി ലംഘിക്കുന്നു BJP എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധി സംവിധാനു പകരം സംഘ്വിധാൻ ആക്കി മാറ്റി ഈ ഭരണഘടനയെ എന്ന ആക്ഷേപം മുന്നോട്ട് വെച്ചു. ഏതായാലും ഇത്തരം വിഷയങ്ങൾക്ക് വളരെ ശക്തമായ ഒരു മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. കഴിഞ്ഞ ദിവസം തന്നെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ നെഹ്റുവിൻ്റെ കാലത്ത് പല സംസ്ഥാന സർക്കാരുകളെയും പിരിച്ചുവിട്ടതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഒപ്പം ഭരണഘടനാ ലംഘനം നടത്തി പ്രത്യേകിച്ച് ഈ അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള വിഷയങ്ങൾ BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ ചേരിയാകട്ടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റം നടക്കുന്നു എന്ന് പറയുന്നു. അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. മണിപ്പൂർ, ഹത്രാസ് തുടങ്ങിയ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചർച്ചാ വിഷയമായി. സ്വാഭാവികമായും അതിനൊക്കെയുള്ള വിശാലമായൊരു മറുപടി ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചയോടുകൂടി. ശരി, മനു ഭരതാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിലേക്കുള്ള കർഷകരുടെ മാർച്ച് ഇന്ന് പുനരാരംഭിക്കും. സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച എന്നിവയുടെ നേതൃത്വത്തിൽ 101 കർഷകരുടെ സംഘം ശംഭു അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് നീങ്ങും. നവംബർ 26 മുതൽ നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലിവാളിന്റെ ആരോഗ്യനില വഷളായി തുടരുകയാണ്. അംബാലയിൽ പ്രധാനമന്ത്രി വിളിച്ച ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. പൊതുബജറ്റിന് മുന്നോടിയായി സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അജണ്ട തയ്യാറാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലുണ്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം നാളെ നടക്കും. പുതിയ മന്ത്രിമാർ നാഗ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും. 30 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് സൂചന. സംസ്ഥാന നിയമസഭയുടെ സമ്മേളനം ഡിസംബർ 16 മുതൽ ആരംഭിക്കും. BJPയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം നാളെ നടക്കും. പുതിയ മന്ത്രിമാർ നാഗ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും. 30 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് സൂചന. സംസ്ഥാന നിയമസഭയുടെ സമ്മേളനം ഡിസംബർ 16 മുതൽ ആരംഭിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും മന്ത്രിസഭാ വികസനം നാളെ ഉണ്ടാകും. മനു ഭരത്ത് ചേരുന്നു. മനു, എത്ര മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്? എപ്പോഴത്തേക്കായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ? മഹാരാഷ്ട്രയുടെ മന്ത്രിസഭാ വികസനം സുപ്രധാന ചർച്ചയായി തുടരുകയാണ്. അതിലൊരു അന്തിമ തീരുമാനം എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 99% കാര്യങ്ങൾ പൂർത്തിയായി എന്ന ഒരു വാദമാണ് ഇപ്പോൾ മഹായുദ്ധി സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്തൊരു പശ്ചാത്തലത്തിൽ അവർ 23 മന്ത്രിമാർ വേണം എന്ന നിലപാടിലാണ് ഉള്ളത്. 6 സഹമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഒരു നീക്കമാണ്. ഏതായാലും 30 മന്ത്രിമാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ചിലപ്പോൾ 32 33 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. 43 മന്ത്രിമാരാണ് മഹാരാഷ്ട്രയിൽ ആവശ്യമായി വരുന്നത്. അല്ലെങ്കിൽ പരമാവധി മഹാരാഷ്ട്ര സർക്കാരിന് നിയമിക്കാൻ കഴിയുന്ന 43 മന്ത്രിമാരാണ്. അതായത് നിയമസഭയുടെ 15% എന്ന കണക്കനുസരിച്ച് സ്വാഭാവികമായും കുറേ സീറ്റുകൾ ഒഴിച്ചിടുക എന്നതാണ് ഇപ്പോൾ സഖ്യം നടത്തുന്ന ഒരു തീരുമാനം. കാരണം എന്തെങ്കിലും തരത്തിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആവശ്യങ്ങളോ ഉയർന്നു വന്നാൽ മന്ത്രിമാരെ പരിഗണിക്കുക എന്ന ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കുറച്ച് പദവികൾ ഒഴിച്ചിടാൻ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത്. നാഗ്പൂരിൽ ഏതായാലും സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ 30-ലധികം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പോർട്ട്ഫോളിയോകളെ സംബന്ധിച്ചുള്ള തർക്കം തുടരുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ റവന്യൂ, അതുപോലെ ജലവിതരണം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഊർജ്ജ സംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾ വേണം എന്ന ഒരു നിലപാടിൽ ഉണ്ട്. ധനകാര്യം NCP ശക്തമാക്കുന്നു. ശിവസേന എന്തൊക്കെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും എന്നതിനെ സംബന്ധിച്ചുള്ള ശക്തമായ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിലവിലെ മന്ത്രിമാർ ആയ ഗിരീഷ് മഹാജനും രാധാകൃഷ്ണൻ വിഖിൽ പട്ടേലും സുരേഷ് ഖാൽഡയും ഒക്കെ തുടരും മന്ത്രിസഭയിൽ എന്നാണ് മനസ്സിലാകുന്നത്. ചന്ദ്രശേഖർ ഭവൻകുലയുടെ സ്ഥാനം BJP സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ
ശരി, വ്യക്തമാണ്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരിടവേള. ഹൈദരാബാദിലുള്ള ഈ നൻപാല മജിസ്ട്രേറ്റ് കോടതിയാണ് താരത്തെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്കകം തന്നെ തെലങ്കാന ഹൈക്കോടതി 50,000 രൂപയുടെയും പിന്നെ ഒരാളുടെ ആൾജാമ്യത്തിൻ്റെ പുറത്ത് അല്ലു അർജുന് ജാമ്യം അനുവദിച്ചിരുന്നു. 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യമായിരുന്നു താരത്തിന് അനുവദിച്ചിരുന്നത്. എന്നാൽ വെറും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജാമ്യം ലഭിച്ചിരുന്നു എങ്കിൽ പോലും ഈ ജാമ്യ ഉത്തരവ് ചഞ്ചൽഗുഡ ജയിലിലെത്താനായിട്ട് താമസിച്ചിരുന്നു. ഇത് കാരണമാണ് താരത്തിന് ഒരു ദിവസം രാത്രി ജയിലിൽ തന്നെ ചിലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ചഞ്ചൽഗുഡ ജയിലിലുള്ള ക്ലാസ് 1 ബാരക്കിലാണ് താരത്തിന് ഇന്നലെ താമസിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. ഒരു സാധാരണ കുറ്റവാളിക്ക് ഉള്ള സൗകര്യങ്ങളാണ് താരത്തിന് ലഭ്യമാക്കിയതെന്നാണ് വിവരം ലഭിച്ചിരുന്നത്. ഇന്നലെ താരം അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ തെലങ്കാനയിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രയിലും ഉൾപ്പെടെ ഉണ്ട്. തിരികെ വാർത്തയിലേക്ക്. ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് പണം ചോദിച്ച കേന്ദ്രത്തിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് കേരളം. കേന്ദ്ര ദുരന്ത നിവാരണ നിധിയിലായിരുന്നു തുക വകയിരുത്തേണ്ടത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തും. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് പണം ചോദിക്കുന്നതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വിമർശിച്ചു. കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 2017 മുതലുള്ള എയർഫോഴ്സിന്റെ ദുരന്തഘട്ടത്തിൽ നൽകിയിട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുക ഇപ്പോൾ ഈ ഒക്ടോബർ 22-ാം തീയതി വീണ്ടും എയർഫോഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഘട്ടം നമ്മുടെ മുമ്പിലുണ്ടായി. യഥാർത്ഥത്തിൽ കേരളത്തിനോട് ഇപ്പോൾ കാണിക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ നിലപാടാണത്. ഇപ്പോൾ കേരളത്തിൽ STRF സംഖ്യ ബാക്കിയിരിക്കുന്നുണ്ട് എന്ന് കാണിച്ച് ആ ബാക്കിയിരിക്കുന്ന സംഖ്യയുടെ 50% വീണ്ടും നിങ്ങൾക്ക് ചെലവഴിക്കാൻ STRF-നോട് അനുവദിക്കുന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ പണം വേണമല്ലോ. ആ പണം കമ്മിറ്റ്മെന്റുള്ള പണം എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയോടുകൂടി അക്കാര്യത്തിൽ ആലോചന നടത്തും. കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുമ്പിലും ഈ കാര്യം വീണ്ടും കേരളം അറിയിക്കും. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും. രാവിലെ 11-ന് ഡാമിന്റെ 3 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ ഉയർത്തും. കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് പിൻവലിച്ചു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തം. കല്ലടയാറിന്റെ തീരഭാഗം ഇടിഞ്ഞു. ചെറുപൊയ്കയിലെ ഇരുൾമല മണമേൽക്കടവ് ഭാഗമാണ് ഇടിഞ്ഞത്. വലിയ മരങ്ങൾ ഉൾപ്പെടെ താഴേക്ക് പതിക്കുന്ന സ്ഥിതിയാണ്. വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിൽ ശക്തമായ മഴയിൽ 4 മരണം. കനത്ത മഴയിൽ കെട്ടിടം തകർന്ന് അരിയാലൂർ, രാമനാഥപുരം ജില്ലകളിലാണ് 2 പേർ മരിച്ചത്. ശിവഗംഗ, റാണിപ്പേട്ട് ജില്ലകളിൽ 2 പേർ ഷോക്കേറ്റ് മരിച്ചു. 50 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 400 വീടുകൾ തകർന്നു. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. മദ്യപിച്ച ഗുണ്ടകൾക്ക് മുന്നിൽ തമ്മിലടിച്ച CIമാർക്കെതിരെ നടപടിയുണ്ടാകും. ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്പെഷ്യൽ ബ്രാഞ്ച് നിർദ്ദേശം നൽകി. ഈ മാസം 4-നാണ് പേരൂർക്കടയുടെ ഹോട്ടലിൽ സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിലടിച്ചത്. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾക്കൊപ്പമായിരുന്നു ഉദ്യോഗസ്ഥരുടെ മദ്യപാനവും തമ്മിലടിയും. വേവി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ക്രമസമാധാനം നിലനിർത്തേണ്ട 2 പോലീസുകാരാണ് ഗുണ്ടകൾക്കൊപ്പം മദ്യപിക്കുകയും തമ്മിലടിക്കുകയും ചെയ്തത്. അത്രമാത്രം വിരോധാഭാസം അത് മറ്റൊന്നുമില്ല. എന്തായാലും ന്യൂസ് 18-നാണ് ഈ വാർത്ത പുറത്തു വന്നത്. എന്ത് നടപടി ഉണ്ടാകും, എപ്പോഴത്തേക്കുണ്ടാകും? വിവരങ്ങൾ. ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ച് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട്. ഒരാൾ ക്രൈംബ്രാഞ്ചിലെയും മറ്റൊരാൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെയും 2 ഇൻസ്പെക്ടർമാരാണ് തമ്മിലടിച്ചത്. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾ ഈ സമയം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഈ കയ്യാങ്കളിയിൽ കീഴുദ്യോഗസ്ഥരും ഒരു CIക്കൊപ്പത്തെ കീഴുദ്യോഗസ്ഥരും ഭാഗമാകുകയും അവർ ഒരു മറ്റു എതിർഭാഗത്തുള്ള CIയെ മർദ്ദിക്കുകയും ചെയ്തു. വളരെ ഗൗരവത്തോടെ സർക്കാർ വിഷയത്തെ കാണുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ നടപടി ഉണ്ടാകും. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലൂടെ അടിസ്ഥാനത്തിലാകും സർക്കാർ തുടർ നടപടികളിലേക്ക് കടക്കുക. വേവി അരുണാണ് വിവരങ്ങൾ നൽകിയത്.
തലസ്ഥാനത്ത് ഉത്സവകാലം തുടങ്ങി. കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് രണ്ടാം ദിനമാണ്. മലയാളി സംവിധായകരുടെ അടക്കം ശ്രദ്ധേയമായ നിരവധി ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശനത്തിനെത്തുന്നത്. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞതോടെ സംസ്ഥാനത്ത് ഒരു ഉത്സവകാലത്തിന് കൂടിയാണ് തിരിതെളിഞ്ഞത്. 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ, അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകൾ, മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12ഉം ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7ഉം ലോക സിനിമ വിഭാഗത്തിൽ 63 സിനിമകൾ, വനിതാ സംവിധായകരുടെ 52 ചിത്രങ്ങൾ. ഇതിനു പുറമെ അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്, അർമേനിയൻ സിനിമാ ശതാബ്ദിയുടെ ഭാഗമായി 7 ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിലും പ്രദർശിപ്പിക്കും. സിനിമാ പ്രേമികൾക്ക് ഇനി മറ്റെന്ത് വേണം? ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുന്നത്. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹനൻ സംവിധാനം ചെയ്ത രചന, ഉത്പലേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ചോക്ക്, സെന്റിനിയൽ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവ ഇന്നത്തെ ശ്രദ്ധേയ ചിത്രങ്ങളാണ്. ഇനി ഒരാഴ്ചക്കാലം തലസ്ഥാന നഗരത്ത് ഉത്സവമാണ്. സിനിമാ കോട്ടകളിലൂടെയുള്ള ഓട്ടപ്പാച്ച്. അപ്പോൾ ഏറെ ആഘോഷത്തോടെ ആവേശത്തോടെ ഇനി ഒരാഴ്ചക്കാലം ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കനത്ത മഴയ്ക്കിടയിലും ഇന്നലെ 83,520ഓളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി. ഇന്നലെ വൈകുന്നേരം മുതൽ കാര്യമായ മഴയില്ലാത്തത് ആശ്വാസമായിട്ടുണ്ട്. മഴ മാറുന്ന സാഹചര്യത്തിൽ കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിട്ടേക്കും. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കാണാം. ശബരിമലയിൽ മഴയ്ക്കിടയിലും നല്ല തിരക്ക് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകളും പറയാനുള്ളത്. അതായത് ഇന്നലെയാണ് അതിശക്തമായ മഴ പെയ്തത്. പക്ഷെ ആ ദിവസം ഏതാണ്ട് 83,000-ലധികം ആളുകൾ ദർശനം നടത്തി. ഇന്ന് രാവിലത്തെ കണക്ക് നോക്കിയാലും ആദ്യ മണിക്കൂറുകൾ തന്നെ, അതായത് ഒരു പതിവ് തിരക്ക്, ഒരു 7 മണിയോടുകൂടി ഒരു 25,000 കടക്കുന്ന നിലയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. വൈകുന്നേരം വരെ ഇങ്ങനെ പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം ഇന്നലെ ഏതാണ്ട് 83,000 എന്ന് പറയുമ്പോൾ ഒരു സാധാരണ നിലയിലുള്ള തിരക്ക്. 70,000-ഓളം ആളുകൾ സ്പോട്ട് ബുക്കിംഗ് ചെയ്തിരുന്നു. 15,000-ലധികം 70,000-ഓളം ഓൺലൈൻ ബുക്കിംഗും 15,000-ലധികം സ്പോട്ട് ബുക്കിംഗും ചെയ്താണ് ആളുകൾ സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്നലെയും പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം ഒഴിവാക്കിയിരുന്നു. അത് മഴ മൂലം പല ഭക്തരും വഴുതി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അപകട സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇന്നും അതേ നില തന്നെ തുടരും. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ രാവിലെ ഒരു 7 മണി സമയത്തൊക്കെ ചെറിയ തോതിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാനുള്ള സാധ്യത ഇന്നും കാലാവസ്ഥാ പ്രവചനത്തിൽ ഉണ്ട്. എന്തായാലും നിലവിൽ ഭക്തർക്ക് ഈ മഴയൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ സുഗമമായി പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വലിയ തിരക്ക് ഉണ്ട് എന്ന് നമ്മൾ കണക്കുകൾ നോക്കി പറയുമ്പോഴും ഏതാണ്ട് നടപ്പന്തലിൽ മാത്രമാണ് വലിയൊരു ക്യൂ ഉള്ളത്. അത് കഴിഞ്ഞ കുറെ ദിവസമായി പോലീസും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളുടെ കൂടി ഫലമാണ് അങ്ങനെ ഒരു വലിയ തിരക്ക്, താഴേക്ക് തിരക്ക് എത്താത്തത് എന്നതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും നിലവിൽ സമാധാനപരമായി സുഗമമായി തന്നെ ശബരിമല ദർശനം തുടരുകയാണ്. ദീപപ്രഭയിൽ ശബരിമലയിൽ തൃക്കാർത്തിക. ദീപാരാധനയോടനുബന്ധിച്ചാണ് സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിച്ചത്. ക്ഷേത്രത്തിനുള്ളിൽ തന്ത്രി കണ്ഠരര് രാജീവര് ദീപം തെളിയിച്ചു. മഴ മാറി നിന്ന സന്ധ്യാനേരത്ത് ദീപാരാധന, പിന്നാലെ പ്രകാശം പരത്തി തൃക്കാർത്തിക വിളക്ക്. ക്ഷേത്രം തന്ത്രി പകർന്നു നൽകിയ ദീപം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 18ാം പടിക്ക് സമീപത്തെ കൽവിളക്കിൽ തെളിയിച്ചു. തൊട്ടുപിന്നാലെ ജീവനക്കാരും ഭക്തരും ഉദ്യോഗസ്ഥരും ചേർന്ന് അടുത്തടുത്ത വിളക്കുകളിലേക്ക് ദീപം പകർന്നു. ഇതോടെ സന്നിധാനം പ്രകാശപൂർണം. ശരണമന്ത്രങ്ങൾ നിറഞ്ഞ സന്നിധാനത്ത് കാർത്തിക വിളക്ക് തൊഴുത് ഭക്തരും നിർവൃതി. അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, സന്നിധാനം.
റൂബിക്സ് ക്യൂബ് എടുത്ത് നിമിഷ നേരം കൊണ്ട് അത്ഭുതം കാട്ടുന്ന കുരുന്നുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്നലെ അങ്ങനെ ഒരു കരവിരുത് ശബരിമല സന്നിധാനത്ത് കണ്ടു. ഒരു 6ാം ക്ലാസ്സുകാരനും 1ാം ക്ലാസ്സുകാരനുമാണ് സന്നിധാനത്തെത്തിയവരെ അത്ഭുതപ്പെടുത്തിയത്. ഈ ചേട്ടനും അനിയനും ഇങ്ങനെ അടുക്കി തുടങ്ങുന്നത് കണ്ടപ്പോൾ എവിടെ എത്തുമെന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. റുബിക്സ് ക്യൂബിൽ ഒരു അയ്യപ്പൻ തന്നെ തെളിഞ്ഞു വന്നു. $504 റുബിക്സ് ക്യൂബ് ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ടാണ് അഭിനവ് കൃഷ്ണയും അദ്വൈത് കൃഷ്ണയും അയ്യപ്പനെ സൃഷ്ടിച്ചത്. അമ്മ പഠിപ്പിച്ച തന്ത്രങ്ങൾ ഒട്ടും പാഴാക്കാതെ ഇരുവരും സന്നിധാനത്തും കാഴ്ചവെച്ചു. നേരത്തെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ ഇങ്ങനെ റുബിക്സ് ക്യൂബിൽ ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ADGP S. ശ്രീജിത്ത് അടക്കമുള്ളവരും കുഞ്ഞയ്യപ്പന്മാരുടെ കരവിരുത് കാണാൻ വലിയ നടപ്പന്തലിലെ വേദിയിലെത്തിയിരുന്നു. കുഞ്ഞുമക്കൾ ഭഗവാനെ അവരുടെ കഴിവിലൂടെ പ്രത്യക്ഷരാക്കിയിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല. വളരെ കഴിവുള്ള 2 കുഞ്ഞുങ്ങൾ, ഭാഗ്യം ചെയ്ത മാതാപിതാക്കളായ അച്ഛനിവിടെ ഉണ്ട്, ബിജു. ഇത് അദ്വൈതും അഭിനവും. ഇവരിവിടെ വന്നത് ചെയ്യുന്ന പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. പക്ഷെ അവരുടെ ആ മനസ്സിലുള്ള ആ ഭഗവാന്റെ രൂപം അതുപോലെ അവർക്ക് കൊത്തിവെക്കാൻ ഈ ക്യൂബ് വഴി സാധിച്ചു. കാത്തുനിന്ന ഭക്തരെ എല്ലാവരെയും അമ്പരിപ്പിച്ച് ഇരുവരും ഒടുവിൽ മലയിറങ്ങി. അരുൺ പാലോടിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം. ഹൈദരാബാദിലുള്ള ഈ നൻപാല മജിസ്ട്രേറ്റ് കോടതിയാണ് താരത്തെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്കകം തന്നെ തെലങ്കാന ഹൈക്കോടതി 50,000 രൂപയുടെയും പിന്നെ ഒരാളുടെ ആൾജാമ്യത്തിൻ്റെ പുറത്ത് അല്ലു അർജുന് ജാമ്യം അനുവദിച്ചിരുന്നു. 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യമായിരുന്നു താരത്തിന് അനുവദിച്ചിരുന്നത്. എന്നാൽ വെറും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജാമ്യം ലഭിച്ചിരുന്നു എങ്കിൽ പോലും ഈ ജാമ്യ ഉത്തരവ് ചഞ്ചൽഗുഡ ജയിലിലെത്താനായിട്ട് താമസിച്ചിരുന്നു. ഇത് കാരണമാണ് താരത്തിന് ഒരു ദിവസം രാത്രി ജയിലിൽ തന്നെ ചിലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ചഞ്ചൽഗുഡ ജയിലിലുള്ള ക്ലാസ് 1 ബാരക്കിലാണ് താരത്തിന് ഇന്നലെ താമസിക്കാനായി